എൻ്റെ സൗണ്ട് അടച്ചു പോയിരിക്കുകയാണ്. ബട്ട് ഞാനത് പറയാൻ വിചാരിച്ചു. സോ ഇന്ന് നമ്മുടെ ഇർഫാൻ അക്കാൻ്റെ കല്യാണമാണ്. സോ ഓൾറെഡി ഞാൻ ഒരു കാര്യം പറയാം, ഇന്നലെ മൈലാഞ്ചിക്ക് എനിക്ക് അധികം ക്ലിപ്പൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല, കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു. സോ ഇന്ന് ഞാൻ എന്തായാലും പറ്റുന്ന പോലെ മാക്സിമം ക്ലിപ്പ് എടുക്കാൻ വേണ്ടി ശ്രമിക്കാം. സോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട. സോ നമ്മുടെ ഹൽദി വീഡിയോ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇപ്പം നമ്മൾ ഈ വീഡിയോ ഇടുന്നതിന് മുമ്പ് നിങ്ങൾ മൈലാഞ്ചി വീഡിയോ കണ്ടിട്ടുണ്ടാവും. സോ ഇന്ന് നമ്മുടെ ഇർഫാൻ അക്കാൻ്റെ കല്യാണ വ്ലോഗാണ്. മാക്സിമം പറ്റുന്ന പോലെ എല്ലാ വീഡിയോസും ഞാൻ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. സോ അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഒരു പച്ച കളർ മിഡി ആൻഡ് ടോപ്പാണ്. പച്ച മീൻസ് നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവുന്ന കാണിച്ചു തരാം. സോ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോവാം, ഒട്ടും വൈകിക്കേണ്ട. അപ്പം നേരെ പോയി ഡ്രസ് മാറ്റി വരട്ടെ. ഞാൻ നേരെ ഓൾറെഡി കുളിച്ച് റെഡിയായി സെറ്റായിട്ട് നിൽക്കുന്നത്. ഇനി നേരെ പോയി ഡ്രസ് മാറ്റട്ടെ. സോ ബൈ ദ വേ നമ്മൾ ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് എല്ലാം കൊണ്ടൊന്നും വീഡിയോസിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല, അതായത് എടുക്കാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ. ഞാൻ എല്ലാം സെറ്റായതിന് ശേഷമാണ് പിന്നെയാണ് അങ്ങോട്ട് എടുത്ത് സ്റ്റാർട്ട് ചെയ്തത് തന്നെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എല്ലാം റെഡി അയച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ വെച്ച നെയിൽസ് അല്ല ഇന്ന് വെച്ചിരിക്കുക. നിങ്ങൾക്ക് എൻ്റെ കൈ കാണുമ്പോൾ മേ ബി തോന്നുമായിരിക്കും. ഇന്നലെ ഞാൻ അതിനൊരു പിങ്ക് മാത്രമായിട്ട് വരുന്ന ഒരു ഷെയ്ഡായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് അതിൻ്റെ വേറൊരു ഷെയ്ഡ് പിങ്ക് തന്നെയാണ്, ബട്ട് അതിൻ്റെ വേറൊരു ടൈപ്പാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. സോ നമ്മളന്ന് എല്ലാവരും ഓടിച്ച് പോകുന്നത് അറിയാലോ, ഇർഫാൻ അക്കാൻ്റെ കല്യാണത്തിനാണ്. എൻ്റെ കയ്യിൽ ഞാൻ കുറേ അൽക്കുലത്തെ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് റെഞ്ഞുൻ്റെ കയ്യിലും ഉണ്ടായിരുന്നത്. അവൻ്റെ കയ്യിൽ എൻ്റെ പച്ചയാണെങ്കിൽ അവളുടെ കയ്യിൽ ഒരു ലാവൻഡർ കളറാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ഡ്രസ്സിൻ്റെ കളർ അതാണല്ലോ. സോ നമ്മൾ നേരെ ഇനി കല്യാണ മണ്ഡപത്തേക്കല്ല പോകുന്നത്, നേരെ തത്തമംഗലത്ത് പോയിട്ട് അവിടെ നിന്നാണ് കല്യാണ മണ്ഡപത്തേക്ക് പോകുന്നത്. അതായത് കല്യാണ വീട്ടിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. സോ അഫ്രുത അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അവളെ എൻ്റെ അടുത്ത് ഹായൊക്കെ പറയുന്നു. ഞാനും അവളെ കൂടി പിന്നെ അവിടെ കുറച്ച് നേരം എല്ലാ വീഡിയോസിലും നമ്മൾ പിക്ചൊക്കെ എടുക്കണം വിചാരിക്കും, ഇങ്ങനെ പറ്റിയ അത് നമുക്ക് നടക്കാറേ ഇല്ല. പിന്നെ നമ്മൾ മൈലാഞ്ചിക്ക് മാത്രമാണ് തോന്നുന്നു പിക്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. ബാക്കി രണ്ടും നമ്മൾ ഫുൾ തിരക്കായതുകൊണ്ട് അതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അഫ്രു വേറെ കാറിലായിരുന്നു, ബിക്കോസ് നമ്മളെല്ലാവരും കൂടിയിട്ട് വേറെ കാറിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. സോ അവിടെ എത്തിയപ്പോൾ നമുക്ക് വെൽക്കം ഡ്രിങ്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളൊക്കെ അത് കുടിച്ച് റെഡി ആയിരുന്നു. പിന്നെ അഫ്രു ഓൾറെഡി നേരത്തെ നമ്മൾ ഒപ്പമായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്, കാരണം ഒപ്പമാണല്ലോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളെല്ലാവരും കുടിച്ച് നേരെ പോയി വെൽക്കം ഡ്രിങ്ക് ഒക്കെ കഴിച്ചപ്പോൾ അവിടെ ഒരു മിററും അവിടെ നമ്മുടെ ഷാബാസ് അലീൻ്റെയും ഇർഫാൻ അക്കാൻ്റെയും ആ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു. നമ്മുടെ ആ ഒരു ഭാഗത്ത് കയറി പോകുമ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ അഫ്രും കൂടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി കുറച്ച് നേരം അവിടെ മിററിൽ നോക്കി കുറച്ചധികം നേരെ അവിടെ നിന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ പോകുന്നത് ഡ്രസ്സിംഗ് റൂമിലേക്കാണ്. നമ്മുടെ ഇർഫാനൊക്കെ ഓൾറെഡി റെഡി സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അക്കാനൊന്നും റെഡിയാക്കാൻ ഞങ്ങളൊക്കെ ഒന്ന് റീസെറ്റ്, അതായത് മേക്കപ്പ് ഒന്നും കൂടി ഒന്ന് ടച്ചപ്പ് ചെയ്ത് വിടാനൊക്കെ ഞങ്ങൾ നേരെ മേക്കപ്പ് റൂമിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നേരെ സ്റ്റേജൊക്കെ പോയി ഒന്ന് കണ്ടു. ഓൾറെഡി കയറി വരുമ്പോൾ കണ്ടു. പക്ഷേ നമ്മുടെ അവിടെ ആരും വന്നിട്ടുണ്ടായിരുന്നത് നമ്മളായിരുന്നു ഫസ്റ്റ് ഗൈസ്. അതല്ലെങ്കിൽ അങ്ങനെയാണല്ലോ, നമ്മുടെ കല്യാണം ആകുമ്പോൾ നമ്മൾ തന്നെ ആയിരിക്കുമല്ലോ ഫസ്റ്റ്. പിന്നെ അവിടെ റിച്ചു ഹായൊക്കെ പറയുന്നുണ്ട്. ഇന്ന് എന്താണെന്ന് അറിയില്ല, നല്ല രസത്തിൽ ഡ്രസ്സ് കിട്ടി വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും നല്ല അടിപൊളിയായിരുന്നു. ഞാനും അഫറും എങ്ങനെ പോയാലും കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ അതേ കളറിൽ തന്നെ എത്താറുണ്ട്. മാക്സിമം ഞങ്ങൾ അങ്ങനെ എടുക്കാറില്ലെങ്കിൽ ഞങ്ങളുടെ കോസ്റ്റ്യൂം പറയുകയാണെങ്കിൽ കളർ ഞങ്ങളുടെ ഏകദേശമൊക്കെ സെയിം ആയിരിക്കും കേട്ടോ എങ്ങനെ പോയാലും. സോ ഇന്ന് ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ഞങ്ങൾ രണ്ടാളും കേട്ടില്ലേ, എവിടെ പണിയെടുപ്പിച്ചാലും ഇതാണ് അവസ്ഥ. പിന്നെ എല്ലാവരും കൂടി അത് പൊട്ടിച്ച് അവർ വരുന്നതിന് മുന്നേ ഞങ്ങൾ അങ്ങോട്ട് തകർത്ത് ഇതായിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അൺഎക്സ്പെക്റ്റഡ് ആയി പൊട്ടിയതാണ്, നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവിടെ ബാക്കിൽ നിന്ന് ചെക്ക് ചെയ്താന്നൊക്കെ പറയുന്നു, ഞങ്ങൾക്ക് അതൊന്നും കറക്റ്റായിട്ട് അറിയില്ല. അത് പൊട്ടിയിട്ട് അവർ പൊട്ടാത്തതാണോ അതോ ട്രൈ ചെയ്താണെന്നൊക്കെ പറയുന്നു, എനിക്കറിയില്ല. പിന്നെ നമ്മുടെ എല്ലാ കല്യാണത്തിൻ്റെ ഇടയിലും നമ്മൾ ചെറുതായിട്ടെങ്കിലും ഒരു ഫോട്ടോഷൂട്ട് നടക്കാറുണ്ട്. പക്ഷേ റിസപ്ഷൻ അതിന് ടൈം കിട്ടിയില്ല. ബട്ട് നമ്മൾ എങ്ങനെയൊക്കെ ഒപ്പിച്ച് അങ്ങോട്ട് റെഡിയാക്കി എടുത്തു. സോ റിസപ്ഷൻ്റെ വീഡിയോ വരുന്നതായിരിക്കും. പിന്നെ നമ്മളെല്ലാവരും കൂടിച്ച് നേരെ പുറത്ത് പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. പിന്നെ അറിയാലോ, പുറത്തിറങ്ങി കഴിഞ്ഞാൽ വീണ്ടും മേക്കപ്പ് പോകും, നമ്മൾ വീണ്ടും പോയി ടച്ച് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ സ്നാപ്ചാറ്റിൽ സ്നാപ്പ് എടുക്കാൻ വേണ്ടി എടുത്തതാണ്. ബട്ട് അതൊക്കെ ഞാൻ ഇവിടെ ഒന്ന് ക്ലിപ്പ് ആഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ സ്നാപ്പിൽ ബാക്കിയുള്ളവർക്ക് അയക്കാൻ വേണ്ടി എടുത്ത വീഡിയോസൊക്കെ ഞാൻ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ കല്യാണപ്പെണ്ണ് കേട്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ, മാഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരെയും കുറിച്ച് സെറ്റ് അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഓൾറെഡി നമ്മൾ അക്കാൻ്റെ കൂടെ കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം, അതായത് അവിടെ നിന്നിട്ട് തന്നെ കേട്ടോ കുറച്ച് നേരം ഫോട്ടോസ്. അപ്പോഴേക്കും നമ്മുടെ ഉസ്താദും എല്ലാവരും കൂടി വന്നിട്ട് നിക്കാഹിൻ്റെ ആ ഒരു പേപ്പർ ഉണ്ടല്ലോ അത് സൈൻ ചെയ്ത് കൊടുത്തു ഗൈസ്. ഫൈനലി ഇറ്റ്സ് ഒഫീഷ്യൽ. അപ്പോൾ നമ്മളെല്ലാവരും കൂടിച്ച് അവിടെ നിൽക്കുമ്പോഴാണ് ടൈമിൽ നിക്കാഹൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ചെക്കൻ വന്നിട്ടുണ്ട് കേട്ടോ സ്റ്റേജിലേക്ക്. പാട്ടൊക്കെ പാടി സെറ്റ് വൈകിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല രസമായിരുന്നു അവരുടെ ആ ഒരു കാര്യത്തിൽ, നല്ല രസമായിരുന്നു. എല്ലാവരും അടിച്ച് പൊളി
ചിത്തമറുത്തൊരു കല്യാണം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. പിന്നെ ഓൾറെഡി നമ്മുടെ ബ്രൈഡിൻ്റെ എൻട്രി സത്യം പറയേണ്ട കാര്യം ഞാനുള്ളതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല, സോറി ഗൈസ്. പിന്നെന്താ അതുകൊണ്ടില്ലേ പടക്കൊക്കെ ആ സംഭവങ്ങളൊക്കെ പോപ്പറൊക്കെ പൊട്ടി അങ്ങോട്ട് സെറ്റായി കറക്കൊക്കെ ചെയ്ത് അടിപൊളി മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു എന്താ പറയുക, നമ്മുടെ ഫാമിലിയിൽ ആദ്യത്തെ കല്യാണം ആയതുകൊണ്ട് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എക്സ്ട്രാ ഓർഡിനറി കൂടുതലായിരുന്നു. പിന്നെ നമുക്ക് ബൊക്കെയൊക്കെ കൊടുത്ത് ആ ഷോളൊക്കെ മാറ്റി പിന്നെ ഞാനും അഫ്രും കൂടി കരയടി കരാന്ന് പറഞ്ഞിട്ടൊക്കെ കുറച്ച് നേരം അവിടെ നിന്ന് കരയുന്ന പോലെ അഭിനയിച്ചു ഗൈസ്. കരഞ്ഞൊന്നുമില്ല, പക്ഷെ നമുക്കറിയാവുന്ന ഒരാളാണ്, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് കുഴപ്പമില്ലല്ലോ. പിന്നെ നമ്മൾ കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ എടുത്തത്. കുറേ നേരം കഴിഞ്ഞിട്ട് ചെക്കനെ പണി ഇരിക്കാൻ തൊട്ട് മുമ്പാണ് നമ്മൾ ഇരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നേരെ പോയി ഫുഡൊക്കെ ഒന്ന് കഴിച്ച് ഐസ്ക്രീം നമുക്ക് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് നമ്മൾ കഴിച്ചു. അപ്പോഴേക്കും എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വൈകിട്ട് ഫുഡ് കഴിച്ചു, പിന്നെ ഞാൻ മറന്നുപോയി. പിന്നെ അവരൊക്കെ ഗെയിം കളിക്കാൻ തുടങ്ങിയപ്പോൾ അവരൊക്കെ പോയപ്പോൾ പിന്നെ അതൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ നേരെ ഇർഫാനക്കാനെ പറഞ്ഞേക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും കൊടുക്കുകയൊക്കെ ചെയ്തു. പിന്നെ എല്ലാവരും കൂടി കുറേ പേരിനേക്ക് ഊക്കി അങ്ങനെ മെല്ലെ ഒരു നല്ലൊരു വൈബിൽ നമ്മൾ അക്കാനെ അങ്ങോട്ട് പറഞ്ഞയച്ച് വിടാമെന്നുള്ളൊരു പ്ലാനിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും എല്ലാം കൊടുത്ത് അങ്ങോട്ട് സെറ്റാക്കിച്ച് പിന്നെ ആ ചെക്കൻ്റെ പെണ്ണും കുടിച്ച് കാറി കയറി പോയി ഗൈസ്. അവർ താറിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ വീഡിയോത്തിലുള്ളൂ. ഇതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ടും കൂടി കണ്ടാലോ? സോ ഓക്കെ. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോത്തുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ഒന്നും മറക്കണ്ട. ഡിസ്ക്രിപ്ഷൻ വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.